ലൂസിഫർ തകർക്കപ്പെട്ടു. സ്തോത്രം. അതെ, ആരൊക്കെ? വസ്തിരാജ്ഞി സ്ഥാനഭ്രഷ്ടിയായി തകർക്കപ്പെട്ടു. സ്തോത്രം. ഫറവോൻ തകർക്കപ്പെട്ടു. പക്ഷേ മാനസാന്തരപ്പെട്ട രണ്ടുപേർ രക്ഷപ്പെട്ടു. സ്തോത്രം. അതുകൊണ്ട് ഈ ദിവസം നമുക്ക് ആവശ്യം താഴ്മയാണ്. മത്തായി സുവിശേഷം 11 അധ്യായം 29 വാക്യത്തിൽ കർത്താവ് യേശു ക്രിസ്തു തന്നെ കുറിച്ച് പറയുന്നു, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവൻ ആകയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിക്കുന്നു. യേശു ആരാണ്? അവൻ സൗമ്യതയുള്ളവനാണ്, അവൻ താഴ്മയുള്ളവനാണ്. യേശു നീളത്തിൻ്റെ ദൈവമല്ല. യേശുവിൽ അഹങ്കാരം ഇല്ല. യേശുവിൽ ലവലേശം അഹങ്കാരം ഇല്ല. യേശുവിൽ ഇല്ലെങ്കിൽ നമുക്കും വേണ്ട. ഇന്ന് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ നിഗളികൾ ആത്മീയരെന്ന് പറയുന്നവരാണ്. ഓ, ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, എനിക്ക് അന്യഭാഷയുണ്ട്. സ്തോത്രം. നീ പറയുന്ന അന്യഭാഷ ഭൂതത്തിനും പറവാൻ കഴിയും. നീ കൈയടിക്കുന്നതിനേക്കാൾ ഏറ്റവും ഗംഭീരമായി സാത്താൻ ദുരാത്മാവുള്ളവരെ കൈയടിക്കാറുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നെങ്കിൽ യേശുവിനെ പോലെ ആയിരിക്കുക. യേശുവിൽ ലവലേശം സ്തോത്രം അഹങ്കാരമില്ല. യേശുവിൽ ലവലേശം സ്തോത്രം നിഗളമില്ല.